ഫ്രണ്ട്സ്, ഐബിയുടെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് ഇൻ്റലിജൻസ് ബ്യൂറോയുടെ നമ്മുടെ കേരളത്തിലും നിശ്ചിതമായിട്ടുള്ള വേക്കൻസികളുണ്ട്. അപ്പോൾ 4000 മുകളിലാണ് ടോട്ടൽ വേക്കൻസി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് സെക്യൂരിറ്റി അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന തസ്തിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ, അതുപോലെ തന്നെ എന്താണ് ഇതിൻ്റെ എലിജിബിലിറ്റി തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റ് ആയിട്ടും രേഖപ്പെടുത്താം. നേരെ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ സ്ക്രീനിൽ കാണാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങളുടെ കാണാം ഇൻ്റലിജൻസ് ബ്യൂറോ, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് സെക്യൂരിറ്റി അസിസ്റ്റൻ്റ് ഒരു എക്സിക്യൂട്ടീവ് എക്സാമിനേഷൻ 2025 ഇവിടെ ഓൺലൈനായിട്ടാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. അപ്പോൾ IBയുടെ അതായത് ഇൻ്റലിജൻസ് ബ്യൂറോയുടെ വിവിധ റീജിയണൽ അല്ലെങ്കിൽ ലോക്കൽ ഓഫീസുകളിൽ വിവിധ നമ്മുടെ സ്റ്റേറ്റുകളിലായിട്ടുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത്. അതിനെയാണ് സബ്സിഡറി ഇൻ്റലിജൻസ് ബ്യൂറോസ്, അതായത് ഈ പറയുന്ന SIB എന്ന് പറയും കേട്ടോ, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ തുടർന്ന് വീഡിയോയുടെ അങ്ങോട്ട് നമ്മൾ SIB എന്നുള്ള ടേം ആയിരിക്കും യൂസ് ചെയ്യട്ടോ, അതിൻ്റെ ഷോർട്ടായിരിക്കും ഉപയോഗിക്കുക. അതായത് അത് മീൻ ചെയ്യുന്നത് സബ്സിഡറി ഇൻ്റലിജൻസ് ബ്യൂറോയിലേക്കാണ്. അപ്പോൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വേക്കൻസി, നമ്പർ ഓഫ് വേക്കൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട്, അവിടുത്തെ ലാംഗ്വേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയ കാര്യങ്ങളൊക്കെ ഞാൻ പറയും. ഒന്നിലധികം SIBയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം വീഡിയോയിൽ പറയുന്നുണ്ട്, സ്കിപ്പ് ചെയ്യേണ്ട. അപ്പോൾ നമുക്ക് ആദ്യം കേരളത്തിലുള്ള വേക്കൻസി നോക്കാം. അപ്പോൾ കേരളത്തിലുള്ള നിങ്ങൾക്കൂടെ കാണാൻ തിരുവനന്തപുരമാണ് അതിൻ്റെ SIB വരുന്നത്, സബ്സിഡറി ഇൻ്റലിജൻസ് ബ്യൂറോ വരുന്നത് തിരുവനന്തപുരമാണ്. അപ്പോൾ നിങ്ങൾക്കൂടെ മലയാളമാണ് ലാംഗ്വേജ്. അപ്പോൾ നമുക്ക് കേരളത്തിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, തിരുവനന്തപുരം SIBയിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മലയാളം അറിയൽ നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ജനറൽ 183 വേക്കൻസി, അതുപോലെ OBC NCയിലാണെങ്കിൽ 94, SCക്ക് 21 വേക്കൻസി, STക്ക് 2 വേക്കൻസി, then EWSന് 34. ആകെ 334 വേക്കൻസി നമ്മുടെ കേരളത്തിൽ മാത്രമായിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. ഇവിടെ ഓൾ ഇന്ത്യ ലെവലിൽ വേക്കൻസി ഇവിടെ കാണാം 4987 വേക്കൻസി ടോട്ടൽ വേക്കൻസി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കേരളത്തിൽ മാത്രമായിട്ട് 334 വേക്കൻസി ഉണ്ട്. ഇനി നമുക്ക് തമിഴ്നാടാണെങ്കിൽ ചെന്നൈ ആണ് ഈ SIB വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം തമിഴ് നമുക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് 172 വേക്കൻസി ജനറൽ, അതുപോലെ OBC ആണെങ്കിൽ 31, SC ആണെങ്കിൽ 51, ST ആണെങ്കിൽ 2, പിന്നെ EWS ആണെങ്കിൽ 29, അങ്ങനെ 285 വേക്കൻസി അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തമിഴ് അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെന്നൈയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും. ആ കാര്യങ്ങളൊക്കെ ഞാൻ ക്ലിയർ ആക്കി തരാം, വിശദമാക്കി തരാം. നമുക്ക് നേരെ എന്ത് ചെയ്യാം, അതിൻ്റെ മറ്റു ക്വാളിഫിക്കേഷൻ കാര്യങ്ങളിലേക്ക് വരാം. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ചാനലിൽ കയറി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് IBയുടെ മറ്റൊരു നോട്ടിഫിക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിലേക്ക് വിളിച്ചിരിക്കുന്നത് അസിസ്റ്റൻറ്റ് സെൻട്രൽ ഇൻ്റലിജൻസ് ഓഫീസർ എന്ന് പറയുന്ന തസ്തിയിലേക്കാണ് കേട്ടോ. അതിലേക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് കൂടെ കാണാം. 3717 വേക്കൻസി, അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷൻ ഉള്ളവർക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. എങ്ങനെയാണ് അതിലേക്ക് അപേക്ഷ നൽകേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടും അതിൻ്റെ നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സെക്യൂരിറ്റി അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷനിൽ തിരിച്ചു വരാം. അതിൽ ഇനി നമ്മൾ പോസ്റ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. പോസ്റ്റ് നെയിം സെക്യൂരിറ്റി അസിസ്റ്റൻ്റ് ഓർ എക്സിക്യൂട്ടീവ് ആണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഇത് ജനറൽ സെൻട്രൽ സർവീസ് ആണ്, ഗ്രൂപ്പ് C കാറ്റഗറി ഉള്ളതാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് പേ ലെവൽ 21,700 മുതൽ 69,100 ആണ്. പേ ലെവൽ 3 ആണ് വരുന്നത്. പിന്നെ അഡീഷണൽ ആയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് മറ്റു ഗവൺമെൻറ് അലവൻസിന് പുറമെ, അതായത് സാധാരണ കിട്ടുന്ന അലവൻസിന് പുറമെ എക്സ്ട്രാ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ സെക്യൂരിറ്റി അലവൻസ്, അതായത് നിങ്ങളുടെ ബേസിക് പേൻ്റെ 20% നിങ്ങൾക്ക് സ്പെഷ്യൽ സെക്യൂരിറ്റി അലവൻസും പാടെ നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടും കേട്ടോ. അതാണ് ഈ ഒരു ജോലിയുടെ മറ്റൊരു പ്രത്യേകത. കാരണം എക്സ്ട്രാ നമുക്ക് മറ്റു അലവൻസിൻ്റെ കൂടെ നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ഒരു അലവൻസ് ആണ് കേട്ടോ. അതായത് സ്പെഷ്യൽ സെക്യൂരിറ്റി അലവൻസ് പറഞ്ഞിട്ട് നമ്മുടെ ബേസിക് പേൻ്റെ ഒരു 20% നമുക്ക് കിട്ടുന്നതാണ്. ഇനി ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ കൂടെ കാണാൻ നിങ്ങൾക്ക് മെട്രിക്കുലേഷൻ 10th ക്ലാസ് പാസ് ഓർ ഇക്വലൻ്റ് എന്നാണ്. അത് ജസ്റ്റ് നിങ്ങൾക്ക് 10th ക്ലാസ് പാസ്സായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, SSLC പാസ്സായിരിക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 10th ക്ലാസ് പാസ്സായിരിക്കും. ഓക്കെ, 10th പാസ്സാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതോടൊപ്പം മറ്റൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്, ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് വേണം. ഏത് സ്റ്റേറ്റിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് SIBയിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് അവിടുത്തെ ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് വേണം. ഫോർ എക്സാമ്പിൾ നമ്മൾ കേരളത്തിലെ വേക്കൻസിയിലേക്കാണ് ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ, നമ്മൾ കേരളത്തിലെ വേക്കൻസിയിലേക്ക് അപ്ലൈ ആണെങ്കിൽ നമ്മൾ കേരളത്തിൽ സ്ഥിര താമസിക്കുന്നവരാണ് തെളിയിക്കുന്നതിനുള്ള ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. ഓക്കെ, അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളെ കൈവശം നിങ്ങൾക്ക് ഉണ്ടാകണം, പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമുക്ക് ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അതായത് ഏത് SIBയിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ അവിടെ നമ്മൾ മുകളിൽ പറഞ്ഞില്ലേ, ഇവിടെ ഓരോ ടേബിൾ നിങ്ങൾക്ക് എന്താണ് വിവിധ SIBകളോട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ. അപ്പോൾ അതിൻ്റെ നേരെ ലാംഗ്വേജസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ചില SIBയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒട്ടനവധി ഒന്നിലധികം ലാംഗ്വേജസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നമുക്ക് അറിഞ്ഞിരിക്കണം. ആ
അതത് സ്റ്റേറ്റിൻ്റെ ഡൊമസൈൽ സർട്ടിഫിക്കറ്റും നമുക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതത് SIBയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു SIBയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് സാരം. ഓക്കെ, ഒന്നിലധികം SIBയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കേരളത്തിൽ അപ്ലൈ ആണെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ കേരളത്തിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ കേരളത്തിലെ ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് വേണം. അതോടൊപ്പം തന്നെ കേരളത്തിലെ മലയാളം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുകയും വേണം. കേരളത്തിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ, നമ്മുടെ തിരുവനന്തപുരം അപ്ലൈ ചെയ്യണമെങ്കിൽ. ചെന്നൈയിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തമിഴ് അറിഞ്ഞിരിക്കണം. നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ സ്ഥിര താമസക്കാരാണെന്നുള്ള ഡൊമസൈൽ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി അടുത്തത് ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ആണ്. ഡിസൈറബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് എസെൻഷ്യൽ അല്ല, അതായത് മാൻഡറ്ററി അല്ല. ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് മതി? എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ മതി. ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫീൽഡ് എക്സ്പീരിയൻസ് ഇൻ ഇൻ്റലിജൻസ് വർക്ക്. ഇത് നിർബന്ധമില്ല. ഓക്കെ, ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും പാടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അതായത് നമുക്ക് കുറച്ചും പാടെ ഈ പറയുന്ന ഇൻ്റലിജൻസിലേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. അതല്ല നിങ്ങൾക്ക് നിർബന്ധമില്ല. അപ്ലൈ ചെയ്യാൻ ഇത് ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ നൽകുന്നതിന് എന്ത് ചെയ്യുക? എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് മീറ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക, നിങ്ങൾ എലിജിബിൾ ആണെന്ന് നോക്കുക, അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട, ഡൗട്ട് വരണ്ട. അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്. ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലസ് പോയിന്റ് ആണ് എന്നുള്ളൊരു കാര്യമുള്ളൂ കേട്ടോ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ഇവിടെ ഏജ് ലിമിറ്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 18-27 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അതായത് 17/8/2025 എന്ന് പറയുന്നത് ഈ ഡേറ്റ് കണക്കാക്കിയിട്ട് മിനിമം 18 പൂർത്തിയായിരിക്കണം, മാക്സിമം 27 കഴിയാനും പാടില്ല എന്നുള്ളതാണ് ഏജ് ലിമിറ്റ്. എന്നാൽ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC NCL കാൻഡിഡേറ്റ്സ് ആയിരിക്കണം കേട്ടോ, നോൺ ക്രിമിനൽ കാൻഡിഡേറ്റ്സ് ആയിരിക്കണം. ഇനി SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 32 വയസ്സ് വരെയും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന വിഡോസ്, ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള വനിതകൾക്കും നിശ്ചിതമായുള്ള ഏജ് റിലാക്സേഷൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും ഇവിടെ കാണാൻ നിങ്ങൾക്ക് 35 മുതൽ 40 വയസ്സ് വരെയൊക്കെ അവർക്ക് അതിൽ കാറ്റഗറി മാറുമ്പം ഏജ് റിലാക്സേഷൻ അവർക്ക് അതിൽ ആ രീതിയിലും കിട്ടുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന മെറിറ്ററി സ്പോർട്സ് പേഴ്സൺ ഒക്കെ ആണെങ്കിൽ 5 വർഷം ഏജ് റിലാക്സേഷൻ അവർക്കും ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന PWD കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ അവർ എലിജിബിൾ അല്ല കേട്ടോ. അപ്പോൾ ഏത് കാറ്റഗറിയിലുള്ള PWD ആണെങ്കിലും, അതായത് ശാരീരിക പ്രശ്നങ്ങളുള്ള വിദ്യാർത്ഥികളുണ്ടല്ലോ, അങ്ങനെ അതായത് ഈ പറയുന്ന ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ള വിദ്യാർത്ഥികൾ, അവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ അവർ എലിജിബിൾ അല്ല. ഒരു കാറ്റഗറിയും എലിജിബിൾ അല്ല. അതുകൊണ്ട് അവർ അപ്ലൈ ചെയ്യേണ്ടതില്ല എന്ന് പ്രത്യേകമായിട്ട് ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ നോളജ് ഓഫ് ലാംഗ്വേജ് ആണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഏത് SIBയിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ആ ലാംഗ്വേജ് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ കാണാൻ നിങ്ങൾക്ക് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും അതുപോലെ സ്പീക്ക് ചെയ്യാനും അറിഞ്ഞിരിക്കണം. അതുപോലെ നമ്മൾ പ്രൊഫിഷ്യൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അതായത് നമുക്കിപ്പോൾ കേരളത്തിൽ അത് തിരുവനന്തപുരം വേക്കൻസിയിലേക്കാണ് നമുക്ക് മലയാളം എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം. തമിഴ്നാട് നമുക്ക് ചെന്നൈ ആണെങ്കിൽ നിങ്ങൾക്ക് തമിഴ് സംസാരിക്കാനും എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം. അതാണ് അവിടെ പറയുന്നത്. ഇനി അതിൻ്റെ സർവീസിൻ്റെ കാര്യങ്ങളാണ്. അതായത് നമുക്ക് ഈ ഓൾ ഇന്ത്യ ലെവലിൽ എവിടെ വേണമെങ്കിലും ട്രാൻസ്ഫർ ലഭിക്കാവുന്ന പോസ്റ്റാണ്. അപ്പോൾ എവിടെ വേണമെങ്കിലും നമ്മൾ വർക്ക് ചെയ്യാൻ വില്ലിങ് ആയിരിക്കണം. അങ്ങനെയുള്ളൊരു കേരളത്തിൽ വേക്കൻസി ഉണ്ട്. നമുക്ക് ഇനീഷ്യൽ പോസ്റ്റിംഗ് കേരളത്തിലായിരിക്കാം. മേ ബി ഇൻ കേസ് നമുക്ക് എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ വർക്ക് ചെയ്യാൻ വില്ലിങ് ആയിരിക്കണം എന്നുള്ള പ്രത്യേകമായിട്ട് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയുള്ളവർ മാത്രം അപ്ലൈ ചെയ്താൽ മതി, അല്ലാത്തവർ അപ്ലൈ ചെയ്യണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ സ്കീം ഓഫ് എക്സാമിനേഷൻ ആണ്. സ്കീം ഓഫ് എക്സാമിനേഷൻ 3 tier ആയിട്ടാണ് വരുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും Tier 1, Tier 2, then Tier 3. Tier 1 നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. അത് 5 പാർട്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ പാർട്ടിനും 20 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് ഉണ്ടായിരിക്കുക. ഒന്ന് ശരിയായാൽ 1 മാർക്കാണ് നമുക്ക് ലഭിക്കുക. തെറ്റായാൽ നിങ്ങൾക്ക് കാണാം 1/4 മാർക്ക് നമുക്ക് നെഗറ്റീവായിട്ട് പിടിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് 5 പാർട്ടായിട്ട് പിടിച്ചിട്ടുണ്ട്. ജനറൽ അവയർനെസ്സിൽ 20 ക്വസ്റ്റ്യൻ ഉണ്ടാവും, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 20 ക്വസ്റ്റ്യൻ, ദെൻ ന്യൂമറിക്കൽ ഓർ അനലിറ്റിക്കൽ ലോജിക്കൽ എബിലിറ്റി ആൻഡ് റീസണിങ് 20 ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ 20 ക്വസ്റ്റ്യൻ, ജനറൽ സ്റ്റഡീസിൽ 20. ഓക്കെ, അങ്ങനെ നമുക്ക് 5 പാർട്ടായിട്ടാണ് വരുന്നത്. അങ്ങനെ ടോട്ടൽ നമുക്ക് 100 മാർക്ക് 1 hour ഡ്യൂറേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അത് കഴിഞ്ഞിട്ട് Tier 2 ആണ്. Tier 2 എന്ന് പറയുന്നത് റിട്ടൺ എക്സാമിനേഷനാണ്, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമിനേഷനാണ്, ഒബ്ജക്റ്റീവ് അല്ല ഇത്. ഇതിൽ 500 വേർഡ്സ് നമുക്ക് ട്രാൻസ്ലേഷൻ ചെയ്യാനാണ് ഉണ്ടായിരിക്കുക. അതായത് നമ്മൾ ഓപ്റ്റ് ചെയ്ത ലാംഗ്വേജ് ഉണ്ടാവില്ല. അതായത് ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരമാണ് നിങ്ങൾ അപ്ലൈ ചെയ്തെങ്കിൽ നിങ്ങൾ മലയാളമായിരിക്കും. അപ്പോൾ മലയാളം ടു ഇംഗ്ലീഷ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ടു മലയാളം, 2 രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ആ ഒരു രീതിയിലാണ് ഈ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് റിട്ടൺ എക്സാമിനേഷൻ വരുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 50 മാർക്കിനാണ് ഉണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ, ഇവിടെ നിൽക്കാം 1 hour ആയിരിക്കും ടൈം ഡ്യൂറേഷൻ. ഇനി ഇതിൻ്റെ Tier 3 എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ ഓർ പേഴ്സണാലിറ്റി ടെസ്റ്റാണ്. അതിനൊരു 50 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. അങ്ങനെ ആകെ മൊത്തം ഇത് 200 മാർക്കാണ് ടോട്ടൽ ഇതിൻ്റെ ഒരു സെലക്ഷനിൽ വരുന്നത്. ഇനി നമുക്ക് Tier 1 എക്സാമിനേഷൻ്റെ എക്സാം സിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് 5 പ്രിഫറൻസ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേരളത്തിലൂടെ കാണാൻ നിങ്ങൾക്ക് എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ തമിഴ്നാടാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ചെന്നൈ, കോയമ്പത്തൂർ, മധുരൈ, സേലം, തിരുച്ചിറപ്പള്ളി, തിരുനെൽവേലി, വെല്ലൂർ. പിന്നെ ഏത് സ്റ്റേറ്റ് ആണെങ്കിലും അത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയിട്ട് കണ്ടെത്താവുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു Tier 1 എക്സാമിനേഷനിൽ നിങ്ങൾ എഴുതി അതിൻ്റെ പെർഫോമൻസിനെ അടിസ്ഥാനമാക്കി ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കും കേട്ടോ. ആ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളെയാണ് Tier 2ലേക്ക്, അതായത് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിലേക്ക് എന്ത് ചെയ്യുക, എടുക്കുക. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അത് രണ്ടാമത്തത് Tier 2 എക്സാം എന്ന് പറയുന്നത് ജസ്റ്റ് ക്വാളിഫയിങ് നേച്ചറാണ്. അതായത് ജസ്റ്റ് നമ്മൾ ആ ഒരു 50-ൽ 20 മാർക്ക് നേടുക എന്നുള്ളതാണ്.
അപ്പോൾ ഒന്നുകൂടെ അതിൻ്റെ സ്കീം ഞാൻ വിവരിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം Tier 1 ആണ് ഇത്, ഒരേ സമയമല്ല, Tier 1ഉം Tier 2ഉം ഒരേ സമയമല്ല നടക്കട്ടോ. Tier 1ൻ്റെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കും. അതിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളെയാണ് Tier 2 എക്സാമിനേഷന് വിളിക്കുക. ഓക്കെ, അപ്പോൾ Tier 2 എന്ന് പറഞ്ഞാൽ നമുക്ക് 50 മാർക്കിൽ 20 മിനിമം നേടുക, ജസ്റ്റ് അത് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ് Tier 2 വരുന്നത്. പിന്നെ നമ്മുടെ Tier 3 ആണ് വരിക കേട്ടോ. ഓക്കെ, അത് ക്വാളിഫൈ ചെയ്താൽ പിന്നെ Tier 3. അപ്പോൾ അതിൽ ഇൻ്റർവ്യൂ പേഴ്സണാലിറ്റി ടെസ്റ്റ് ആയിരിക്കും. അപ്പം ഫൈനൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ കാണാം Tier 1ൻ്റെയും Tier 3 എക്സാമിനേഷൻ്റെയും പെർഫോമൻസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള Tier 2 എക്സാമിനേഷൻ ജസ്റ്റ് ക്വാളിഫൈ ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ ഇൻസ്ട്രക്ഷനാണ്. ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 26/7/2025 മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ ക്ലോസിംഗ് ഡേറ്റ് 17/8/2025 വരെയാണ്. പിന്നെ ഇതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അപേക്ഷാ ഫീസ് അടയ്ക്കണം. അപേക്ഷാ ഫീസിൻ്റെ ലാസ്റ്റ് ഡേറ്റും ഓൺലൈനായിട്ടാണ് നിങ്ങൾ അടയ്ക്കുന്നതെങ്കിൽ, അപേക്ഷാ ഫീസ് ഓൺലൈനായിട്ടാണ് അടയ്ക്കുന്നതെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റും സെയിം ഡേറ്റ് ആണ് കേട്ടോ, 17/8/2025 ഇനി നിങ്ങൾക്ക് SBI ബാങ്കിൽ ഡയറക്റ്റ് പോയിട്ട് ചലാൻ ജനറേറ്റ് ചെയ്തിട്ട് ഡയറക്റ്റ് പോയിട്ട് അങ്ങനെ അടയ്ക്കാം. അങ്ങനെ അടയ്ക്കാൻ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 19/8/2025 കേട്ടോ. അപ്പോൾ ഏറ്റവും എളുപ്പം നിങ്ങളാണ് ഓൺലൈനായിട്ട് അടയ്ക്കുന്നതാണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ATM കാർഡ്, ഏതെങ്കിലും ബാങ്കിൻ്റെ ATM കാർഡോ അതല്ലെങ്കിൽ UPI ഒക്കെ ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് അപേക്ഷാ ഫീസ് അടയ്ക്കാൻ പറ്റും. ഇനി അതല്ല നിങ്ങൾക്ക് ഏതെങ്കിലും SBI ബ്രാഞ്ചിൽ പോയിട്ട് നിങ്ങൾക്ക് ചലാൻ ജനറേറ്റ് ചെയ്തെങ്കിലും SBI ബ്രാഞ്ചിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫീ അടയ്ക്കണമെങ്കിൽ അതിൻ്റെ മാക്സിമം ലാസ്റ്റ് ഡേറ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട് 19/8/2025. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ കയ്യിൽ വേണ്ടത് വാലിഡ് ആയുള്ള ഇമെയിൽ ID, മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, ഒരു 12 വീക്കിൻ്റെ ഉള്ളിലെടുത്ത ഫോട്ടോഗ്രാഫ് ഉണ്ടായിരിക്കണം. 100-200 KB ഫയൽ സൈസ് ആയിരിക്കണം. അതിൻ്റെ ഡയമെൻഷൻ ഞാൻ പറഞ്ഞുതരാം. അതോടൊപ്പം തന്നെ നമ്മുടെ സെയിം ഫോട്ടോഗ്രാഫ് നമ്മുടെ കയ്യിൽ പിന്നീട് വേണം. കാരണം പിന്നീട് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ ആ സെയിം ഫോട്ടോഗ്രാഫ് തന്നെ നമ്മൾ ആവശ്യത്തിന് കോപ്പീസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ സ്കാൻഡ് സിഗ്നേച്ചർ 80-180 KB ഫയൽ സൈസിൽ JPG ഫോർമാറ്റിലായിരിക്കണം അതൊക്കെ. പിന്നെ വാലിഡ് ഫോട്ടോ ID വേണം. അതത് നിങ്ങൾക്ക് വോട്ടർ IDയോ പാൻ കാർഡോ ആധാറോ ഏതെങ്കിലും വേണം. അതോടൊപ്പം തന്നെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ്, മാർക്ക് ഷീറ്റ് കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിലുണ്ടായിരിക്കണം. ഇനി നിങ്ങൾക്ക് ഗ്രാജുവേഷനോ ഡിപ്ലോമയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും +2 ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അതിൽ കൊടുക്കാമെന്നുള്ളതാണ് കേട്ടോ. ഇനി ഫോട്ടോഗ്രാഫിൻ്റെ ഡയമെൻഷനോട് പറയുന്നുണ്ട് 35mm 45mm ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, വിടുത്ത് ഹൈറ്റ്. പിന്നെ അതുപോലെ 12 വീക്കിൻ്റെ ഉള്ളിൽ എടുത്തായിരിക്കണം. ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് പ്രിഫർ ചെയ്യുന്നത്. നിങ്ങൾക്കൂടെ കാണാൻ ലൈറ്റ് ഗ്രേ അല്ലെങ്കിൽ വൈറ്റോ ആയിരിക്കണം ബാക്ക്ഗ്രൗണ്ട്. പിന്നെ നമ്മുടെ ഫേസ് ഉണ്ടല്ലോ, നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയിൽ നമ്മുടെ ഫേസ് ആ ഒരു ഫോട്ടോൻ്റെ ഉള്ളിലൊരു 70-80% കവർ ചെയ്യുന്ന ആ ഏരിയയിൽ, ടോട്ടൽ ഏരിയയിൽ 70-80% കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഫേസ് വരേണ്ടത് കേട്ടോ. അത് നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ ആ രീതിയിൽ പറയാം. കാരണം നമ്മുടെ കറക്റ്റ് ഫേസ് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ രീതിയിൽ ഫോട്ടോ എടുക്കാൻ പറയുന്നത്. പിന്നെ 100-200 KB ആണ് മാക്സിമം ഫയൽ സൈസ് വരുന്നത്. പിന്നെ സിഗ്നേച്ചർ ആണെങ്കിൽ വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് പേനാണ് കേട്ടോ, ബ്ലൂ അല്ല, ബ്ലാക്ക് ഇങ്ക് പേന കൊണ്ട് നിങ്ങൾ സൈൻ ചെയ്യുക, പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ ഫയൽ സൈസ് 80-180 KB ആണ് ഫയൽ സൈസ് വരുന്നത് കേട്ടോ. ഇനി ഇതിൽ എക്സാമിനേഷൻ ഫീ ഉണ്ട്. എക്സാമിനേഷൻ ഫീ 2 രീതിയിലാണ് വരുന്നത്. നിങ്ങൾക്കൂടെ കാണാൻ 2 കമ്പോണൻസ് ആണ് നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. ഒന്ന് എക്സാമിനേഷൻ ഫീ എന്ന് പറഞ്ഞിട്ട് 100 രൂപയും അതുപോലെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് ചാർജ് പറഞ്ഞാൽ 550 രൂപയാണ് വരുന്നത്. അതിൽ നിങ്ങൾക്കൂടെ കാണാൻ പറ്റും ഓൾ കാൻഡിഡേറ്റ്സ്, അതായത് എല്ലാ ഉദ്യോഗാർത്ഥികളും 550 പേ ചെയ്യണം. ഓക്കെ, അതല്ലാതെ മെയിൽ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള ജനറൽ EWS OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ 100 രൂപയും 550 കൂടെ കൂട്ടിയിട്ട് 650 എന്ത് ചെയ്യണം, ഇതിൽ പേ ചെയ്യണം. അപ്പോൾ ഈ ഓൺലൈനായിട്ട് അപേക്ഷ നൽകുന്ന സമയത്ത് ആ ഒരു എമൗണ്ട് എന്ത് ചെയ്യണം, ഇതിലേക്ക് IBയുടെ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ഈ ഒരു എമൗണ്ട് പേ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾക്കിപ്പോൾ SC/ST കാൻഡിഡേറ്റ്സ്, ഫീമെയിൽ കാൻഡിഡേറ്റ്സ്, എക്സ് സർവീസ്മാൻ ആണെങ്കിൽ അവർ 550 രൂപയാണ് അടയ്ക്കേണ്ടത്. അവർക്ക് എക്സാമിനേഷൻ ഫീ ആയിട്ട് 100 രൂപ അടയ്ക്കേണ്ട, 550 രൂപ അതായത് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് ചാർജ് ആയിട്ടുള്ള എമൗണ്ട് അടയ്ക്കണം. ഓക്കെ, അപ്പോൾ ചുരുക്കി സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നിങ്ങൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണ് വിചാരിക്കുക, ഇനി അതല്ല SC/ST കാൻഡിഡേറ്റ്സ് ആണ് വിചാരിക്കുക, ഇനി അതല്ല എക്സ് സർവീസ്മാൻ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ IBയുടെ ഈ പറയുന്ന ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 550 രൂപയാണ് ഫീ അടയ്ക്കേണ്ടത്. ഓക്കെ, അതായത് അത് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് ചാർജാണ്. ബാക്കിയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും, അതായത് മെയിൽ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള ജനറൽ EWS OBC, ഓക്കെ, അവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 650 അടിക്കണം. ഓക്കെ, 650 അടിക്കണം. അപ്പോൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഏത് കാറ്റഗറിയിൽപ്പെട്ടവരാണെങ്കിലും അവർ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, 550 അടച്ചാൽ മതി. ഇനി അതല്ല ഈ പറയുന്ന മെയിൽ കാൻഡിഡേറ്റ്സ് ആയ ജനറൽ OBC EWS ഒക്കെ ആണെങ്കിൽ അവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവർ 650 രൂപ എന്ത് ചെയ്യണം, ഫീ അടിക്കണം. ഓക്കെ, ഇനി SC/ST ആണെങ്കിലും 550 അടച്ചാൽ മതി. മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഇതിൽ ഡൗട്ട് ഉണ്ട് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇനി എക്സ് സർവീസ്മാനിൽ തന്നെ നിങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ, ഇപ്പോൾ നിലവിൽ നിങ്ങൾ ഗ്രൂപ്പ് C പോസ്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം, ടോട്ടൽ 650 തന്നെ അടിക്കണം കേട്ടോ. അവർക്ക് ഈ പറയുന്ന റിലാക്സേഷൻ ഉണ്ടാവില്ല. 550 അല്ല അടിക്കേണ്ടത്, 650 ആണ് അങ്ങനെയുള്ള എക്സ് സർവീസ്മാൻ അടിക്കേണ്ടത്. ജോലി ഇല്ലാത്ത ഇപ്പം നിലവിൽ വർക്ക് ചെയ്യാത്ത എക്സ് സർവീസ്മാൻ ആണെങ്കിൽ അവർ 550 അടിച്ചാൽ മതി. അതല്ല ഇപ്പം നിലവിൽ ഗ്രൂപ്പ് സിയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 650 ഫീ അടയ്ക്കണം.
പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് SC/ST, OBC അതുപോലെ തന്നെ EWS ഇങ്ങനെയുള്ള റിസർവേഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കണമെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ കാറ്റഗറി സർട്ടിഫിക്കറ്റ് നിങ്ങളെ കയ്യിലുണ്ടായിരിക്കണം. അപ്പോൾ OBCയുടെ കാര്യമാണെങ്കിൽ OBCയുടെ സർട്ടിഫിക്കറ്റ് മാതൃക ഇതിൽ കൊടുത്തിട്ടുണ്ട്. OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ്. ഇതേ സെയിം മാതൃക ആയിരിക്കണം, പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് നമ്മളെന്താണ് താലൂക്കിൽ നിന്ന് ഇഷ്യൂ ചെയ്ത് വാങ്ങണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് OBC കാൻഡിഡേറ്റ്സ് ഒരു ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് പാടുണ്ട്. ഇത് നമ്മൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്തേക്ക് നമ്മൾ തന്നെ ഫില്ല് ചെയ്ത് നമ്മൾ സൈൻ ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളടുത്ത് ഈ സർട്ടിഫിക്കറ്റ് ആണ് ഫസ്റ്റ് നിങ്ങൾക്ക് അനുബന്ധം 1 നിങ്ങൾക്ക് കൂടെ കാണാം. ഇതാണ് വേണ്ടത്, ഈ ഒരു സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. ഇതേ സെയിം സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത് കേട്ടോ, അതേ മോഡലുള്ള. ഇനി ഇത് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. ഇത് നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾ തന്നെ നിങ്ങളുടെ ഇതൊക്കെ എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്ത് നിങ്ങൾ സൈൻ ചെയ്ത് പ്ലേസ് ഡേറ്റ് ചെയ്ത് നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനൊക്കെ പോകുന്ന സമയത്ത് അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ. ഇത് നിങ്ങൾ ജസ്റ്റ് ആ സമയത്ത് പ്രിൻ്റ് എടുത്തിട്ട് അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ. പിന്നെ അടുത്തത് നിങ്ങൾക്ക് EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക ഇതിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പറയുന്ന മിലിറ്ററി സ്പോർട്സ് പേഴ്സണൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫോമും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ന് അതേ സെയിം മാതൃകയിൽ നിങ്ങൾക്ക് എടുത്ത് ചെയ്യണം. ഓക്കെ. ഇനി അടുത്ത നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ തരാം. അപ്പോൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് തരും. അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് തന്നാൽ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് അവിടെ കാണാം. ഈ ഒരു പേജിലേക്കാണ് വരാൻ IB സെക്യൂരിറ്റി അസിസ്റ്റൻറ്റ് റിക്രൂട്ട്മെൻറ്റ് 2025 4987 വേക്കൻസി ആയിട്ട് കാണാം. ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാൻ നിങ്ങൾ ഏറ്റവും താഴോട്ട് വന്നാൽ നിങ്ങൾക്ക് കാണാം ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് കാണാം. ഇവിടെ നമ്മുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ അപ്ലിക്കേഷൻ ഫോം എന്നുള്ള ലിങ്കാണ് അവിടെ, അതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആയിട്ട് വരും. നിങ്ങൾക്ക് കാണാം ഇൻ്റലിജൻസ് ബ്യൂറോ, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നിവിടെ കാണാൻ പറ്റും. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഇവിടെയും എന്ത് ചെയ്യാം, നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇവിടെ കാണാം ഓൾറെഡി രജിസ്റ്റേർഡ്, ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ നമുക്ക് എന്താണ് ടു രജിസ്റ്റർ എന്നുള്ളത് നേരെ ക്ലിക്ക് ചെയ്യാമെന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ആ ഫോം കംപ്ലീറ്റ് ഫില്ല് ചെയ്യുക പ്രോപ്പറായിട്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 26 ജൂലൈ ആണ്. ക്ലോസിംഗ് ഡേറ്റ് 17 ഓഗസ്റ്റ് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഇവിടെ ഹെൽപ്പ് ലൈൻ നമ്പറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിലേക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളൊരു ഡെമോ ആയിട്ട് നമ്മളുടെ ചാനലിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് കമൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ വീഡിയോ ഇടാം യൂട്യൂബിൽ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ആൾക്കാർ അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു ഡെമോ വീഡിയോ നമ്മൾ ഉണ്ടാക്കിയിട്ട് അതിലിടാം. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. അത് മാത്രമല്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.